السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على خاتم الأنبياء ونبينا الحبيب المحمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وأن المساجد لله فلا تدعوا مع الله أحدا. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, കാരുണ്യവാനായ സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുധാവനം ചെയ്യണമേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ദഅവ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും കേരളത്തിലെ മലയാളികൾക്കിടയിൽ വളരെ സജീവമായി തന്നെ പ്രവർത്തന രംഗത്തുള്ള ഒരു സംഘടനയാണ് മർക്കസ് ഇസ്ലാഹുൽ മുസ്ലിമീൻ, ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെന്റർ. ഈ ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെന്ററിന്റെ ഒരു ഏരിയ സംഘടിപ്പിച്ച ദഅവ പ്രോഗ്രാമിലാണ് ഈ സമയത്ത് നമ്മളുള്ളത്. ഇവിടെ അവതരിപ്പിക്കപ്പെടേണ്ട വിഷയം അലൈസല്ലാഹു ബിഖാഫിൻ അബ്ദ, അല്ലാഹുവിന് അവന്റെ അടിമ പോരെ എന്ന വിഷയമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും ആദ്യമായി അവരുടെ ജനങ്ങളെ പഠിപ്പിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനപരമായ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കപ്പെട്ടിട്ടുള്ള അധ്യായങ്ങളിലൊക്കെ തന്നെ ഈ ഒരു അടിസ്ഥാനപരമായ സിദ്ധാന്തത്തിലേക്കാണ് ജനങ്ങളെ ആദ്യമായി പ്രവാചകന്മാർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലേക്ക് ആദ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം അഅറാഫിലെ 59-ാമത്തെ വചനം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യൻ നിങ്ങൾക്കില്ല.
950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അതിശക്തമായ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തിട്ടും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ ആദർശം സ്വീകരിച്ചിരുന്നത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം ലോകത്തിലേക്ക് കടന്നു വന്ന ഹൂദ് നബി അലൈഹിസ്സലാം, അദ്ദേഹവും ജനങ്ങളോട് ഇതേ ആദർശം പറഞ്ഞു. 7-ാം അധ്യായം സൂറത്ത് അഗ്റാഫിലെ 65-ാമത്തെ വചനം, وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره. ജനങ്ങളെ നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ സൃഷ്ടാവിനെ മാത്രമാണ്, അവനല്ലാത്ത മറ്റൊരു ആരാധ്യൻ നിങ്ങൾക്കില്ല. സമൂദ് നബി സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, വഇലാ സമൂദ് അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായിക്കൊണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ നാം നിയോഗിച്ചു. അദ്ദേഹവും ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ സൃഷ്ടാവിനെ മാത്രമാണ്. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ഇതേ കാര്യം വ്യക്തമാക്കി. വഇലാ മദിയൻ അഖാഹും ശുഐബൻ ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ജനങ്ങളെ നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ സൃഷ്ടാവിനെ മാത്രമാണ്, ആ സൃഷ്ടാവല്ലാത്ത മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. ഇങ്ങനെ ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരൊക്കെ തന്നെ ഈ ആദർശം ആദ്യമായി കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇത് പറയാത്ത ഒരു പ്രവാചകനും ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഖുർആനിന്റെ 21-ാം അധ്യായം അംബിയായിലെ 25-ാമത്തെ വചനത്തിലൂടെ ഈ ഒരു കാര്യം അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും ഞാൻ നിയോഗിച്ചിട്ടില്ല, ആ പ്രവാചകന്മാരിലേക്കൊക്കെ തന്നെ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, ഞാനല്ലാത്ത മറ്റൊരു ആരാധ്യൻ നിങ്ങൾക്കില്ല എന്ന് വഹീ നൽകിയിട്ടല്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഇതേപോലെ തന്നെ ഖുർആനിന്റെ 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 36-ാമത്തെ വചനത്തിലൂടെയും അല്ലാഹു ഈ കാര്യം വ്യക്തമാക്കി. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത. എല്ലാ ഉമ്മത്തിലേക്കും എല്ലാ സമുദായങ്ങളിലേക്കും ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും ദുർമൂർത്തികളെ ത്വാഗൂത്തുകളെ വെടിയണമെന്നും സന്ദേശം നൽകിക്കൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും ഇത് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അന്തിമ പ്രവാചകനായിക്കൊണ്ട് കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേ കാര്യം ജനങ്ങളോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. നീണ്ട 13 വർഷക്കാലം, മക്കയിലെ ജീവിതത്തിലെ നീണ്ട 13 വർഷക്കാലം അടിസ്ഥാനപരമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ കുറിച്ചായിരുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അറേബ്യൻ ജനതയുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്? എന്തായിരുന്നു അവരുടെ വിശ്വാസം?